സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുത്യം തന്നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുത്യം തന്നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. സുഭാഷിതം. നന്ദി പ്രകടന സങ്കീർത്തനങ്ങളാണ് 135 മുതൽ 139 വരെയുള്ള സങ്കീർത്തനങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഈ സങ്കീർത്തനം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. യഹോവയെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്നും ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നും എന്തുകൊണ്ടാണ് യഹോവ മാത്രം സ്തുതിക്ക് യോഗ്യനെന്നും സങ്കീർത്തനക്കാരൻ ഇതിൽ വിവരിച്ചിരിക്കുന്നു. 1-2 വാക്യങ്ങളിൽ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ, യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വിലയേറിയ നാമമാകുന്നു, അതുല്യമായ നാമം. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, നിത്യനായ ദൈവത്തിന്റെ നാമം. പരിശുദ്ധനും നീതിമാനും കരുണാസമ്പന്നനും സ്നേഹനിധിയുമായ, സകല നന്മയുടെയും ഉറവിടമായ യഹോവയുടെ നാമം. ഇനിയും എത്രയോ ഗുണഗണങ്ങൾ പറയുവാനുണ്ട്. ഈ നാമത്തെയാണ് നാം സ്തുതിക്കേണ്ടത്. യഹോവയുടെ സകല ദാസന്മാരും, ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. For I know that the Lord is great and our Lord is above all gods. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുവാൻ കാരണമുണ്ട്. സകലവും സൃഷ്ടിച്ചത് ദൈവമാകുന്നു, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലുമുള്ളവ. ഇങ്ങനെ ദൈവം ചെയ്ത പല അത്ഭുത പ്രവൃത്തികളും തുടർന്ന് വിവരിച്ചിട്ടുണ്ട്. യഹോവയെ നാം സ്തുതിക്കണം, അവൻ നല്ലവനാകുന്നു. അവൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു, അതുപോലെ നമ്മെ ഓരോരുത്തരെയും അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ മഹാനാണ്, എല്ലാ ദൈവങ്ങൾക്കും മീതെയുള്ളവൻ. യഹോവയുടെ നാമം ശാശ്വതമായും അവന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുന്നു, അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കുന്നു. ജാതികളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയെ ഉണ്ടാക്കുന്നവരുടെയും ആശ്രയിക്കുന്നവരുടെയും അവസ്ഥയും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേലും പുതിയ നിയമ ഇസ്രയേലായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല യഹോവ ഭക്തന്മാരെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് എന്നും സ്തുതിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരും അങ്ങയെ സ്തുതിക്കുന്നവരുമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്.